ഹായ്, എൻ്റെ പേര് ഡോക്ടർ ജോൺ തോമസ്. KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കൺസൾട്ടൻറ്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റാണ്. സെപ്റ്റംബർ മാസം ഒവേറിയൻ ക്യാൻസർ അവെയർനെസ് മന്തായിട്ടാണ് ലോകമെമ്പാടും ആചരിക്കുന്നത്. നമുക്ക് ഒവേറിയൻ ക്യാൻസറിനെ കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യമായി ഒവേറിയൻ ക്യാൻസർ വരാനുള്ള സാധ്യതകൾ ആർക്കൊക്കെയാണ് കൂടുതൽ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഏജ് ഓഫ് ദ പേഷ്യൻ്റ് ആണ്. സാധാരണ ഒവേറിയൻ ക്യാൻസർ എല്ലാ പ്രായക്കാർക്കും വരാം, പക്ഷേ 60 വയസ്സിന് മുകളിലുള്ളവർക്ക് ഒവേറിയൻ ക്യാൻസർ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നമ്മൾ ഒവേറിയൻ ക്യാൻസർ മൊത്തമായി നോക്കുമ്പോൾ ഏകദേശം 3-ൽ 1 60 വയസ്സിന് മുകളിലായിരിക്കും. അപ്പോൾ പ്രായമാണ് ആദ്യത്തെ ഫാക്ടർ. രണ്ടാമതായിട്ട് വരുന്നത് ഫാമിലി ഹിസ്റ്ററി, അഥവാ നമ്മുടെ കുടുംബത്തിൽ 2-3 പേർക്ക് ഒവേറിയൻ ക്യാൻസറിൻ്റെ സാധ്യത ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യതകൾ ഏകദേശം ഒരു 7 മുതൽ 10 തവണ അധികമാണ്. അപ്പോൾ രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഫാമിലി ഹിസ്റ്ററിയാണ്. മൂന്നാമതായിട്ടുള്ളത് ഹോർമോണൽ ഫാക്ടേഴ്സാണ്. ഹോർമോണൽ ഫാക്ടേഴ്സിൽ മെയിനായിട്ട് വരുന്നത് അണ്ടവിസർജനം അഥവാ ഓവുലേഷൻ്റെ എണ്ണമാണ്. ഓവുലേഷൻ്റെ എണ്ണം കൂടുമ്പോൾ ക്യാൻസറിൻ്റെ റിസ്ക് കൂടുതലാണ്. അതായത് ആർത്തവം ഏർലി ഉണ്ടാവുക, നേരത്തെ വരിക, അല്ലെങ്കിൽ ആർത്തവ വിരാമം അഥവാ മെനോപോസ് ലേറ്റായിട്ട് വരിക. ഇങ്ങനെയുള്ള രോഗികളിൽ ആർത്തവം കൂടുന്നതനുസരിച്ച് ഓവുലേഷൻ കൂടും, അതിനനുസരിച്ച് റിസ്കുകൾ കൂടും. അപ്പോൾ ഹോർമോണൽ ഫാക്ടേഴ്സായിട്ട് ഓവുലേഷൻ്റെ എമൗണ്ട് അഥവാ എണ്ണമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നാലാമതായിട്ട് വരുന്നത് സ്ത്രീകളിൽ കണ്ടുവരുന്ന ചില രോഗങ്ങളാണ്, എസ്പെഷ്യലി ഗൈനക്കോളജിക്കൽ രോഗങ്ങളാണ്. അതായത് എൻഡോമെട്രിയോസിസ്, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് അഥവാ PID, PCOD അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. ഈ അസുഖങ്ങളിലൊക്കെ ഒവേറിയൻ ക്യാൻസർ വരാനുള്ള സാധ്യതകൾ കൂടുതൽ. നമ്മൾ പറഞ്ഞ രോഗങ്ങളിൽ എല്ലാവർക്കും ഒവേറിയൻ ക്യാൻസർ വരാനുള്ള റിസ്കുകളൊന്നുമില്ല, പക്ഷേ ഈ രോഗങ്ങളുള്ളവർക്ക് ഒവേറിയൻ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും കമ്പയർഡ് ടു നോർമൽ പോപ്പുലേഷൻ. അത്രമേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഫാക്ടേഴ്സ് പ്രൊട്ടക്റ്റീവ് ആയിട്ടുണ്ടോ, അതായത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒവേറിയൻ ക്യാൻസർ കുറയ്ക്കാനുള്ള സാധ്യത ഉണ്ട്. നമ്മൾ മൂന്നാമത്തെ ഫാക്ടർ പറഞ്ഞത് ഹോർമോണാണ്, അതായത് ഓവുലേഷൻ്റെ നമ്പർ കൂടുന്നത്. അപ്പോൾ അതെങ്ങനെ കുറയ്ക്കാൻ പറ്റാം? പ്രഗ്നൻസി, ലാക്ടേഷൻ, അതായത് മുലയൂട്ടൽ, പ്രഗ്നൻസി സമയങ്ങളിലൊക്കെ നമുക്ക് പീരീഡ്സ് ഉണ്ടാവത്തില്ല. അപ്പോൾ ആ സമയങ്ങളിൽ ഓവുലേഷൻ ഉണ്ടാവില്ല. അപ്പോൾ മൾട്ടിപ്പിൾ പ്രഗ്നൻസി അല്ലെങ്കിൽ ലാക്ടേഷൻ്റെ എമൗണ്ട് കൂടുന്നതനുസരിച്ച് ഓവുലേഷൻ്റെ അളവ് കുറയും, അപ്പോൾ റിസ്ക് കുറയും. അതുപോലെ തന്നെ OCPs, ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ്. ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ് ഉപയോഗിക്കുന്നവരിൽ ഒവേറിയൻ ക്യാൻസർ കുറയാനുള്ള സാധ്യതകൾ പല സ്റ്റഡീസിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ 2 മെയിൻ ഫാക്ടേഴ്സാണ് പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് ആയിട്ടുള്ളത്.